ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനും സ്തുതിയായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 2023 ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 28/3/2023 എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒമാനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയ ശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് 7:30 മണിയായപ്പോൾ പുറത്തൊരു ചായ കുടിച്ച് വെച്ച് എൻ്റെ വണ്ടിയിൽ ഓഫീസിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിലിരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഒരു ഒമാനി സ്ത്രീ എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൂടെ ചേർന്ന് വരികയും അവർ അവിടെ ബ്ലോക്കിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഉരച്ച് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഡോറ് തൊട്ട് ഫ്രണ്ട് ബമ്പർ വരെ ഒരു സൈഡ് അങ്ങ് അടിച്ച് പൊളിച്ചുകൊണ്ട് അങ്ങ് പോയി. ഞാൻ ഇവരെ ഹോൺ അടിക്കുന്നുണ്ട്, ഹെഡ്ലൈറ്റ് പാസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഇവർ നോക്കുന്നേയില്ല. ഞാൻ എൻ്റെ ഗ്ലാസ് താത്തിയിട്ട് അവരുടെ വണ്ടിയിൽ 2 പ്രാവശ്യം കൈ വെച്ചൊന്ന് തട്ടി അവരെ വിളിച്ചു. പെട്ടെന്ന് അവരുടെ ഡോറ് തുറന്ന് അവർ പുറത്തിറങ്ങി വന്നിട്ട് സ്റ്റുപ്പിഡെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്, വളരെ റൗഡായിട്ട് അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചതിന് ശേഷം എന്നെ സ്റ്റുപ്പിഡെന്ന് വിളിക്കുകയും ചെയ്യുന്നു, ഞാനാണോ സ്റ്റുപ്പിഡ്, നിങ്ങളല്ലേ സ്റ്റുപ്പിഡിറ്റി കാണിച്ചതെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരവിടുന്ന് വീണ്ടും കുറച്ച് നേരം എന്നോട് ചൂടായിട്ട് അവർ വണ്ടി എടുത്ത് പെട്ടെന്ന് അവിടുന്ന് എക്സിറ്റ് ആയ പോലെ അവരവിടുന്ന് പോയി കുറച്ച് നേരം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ്. എൻ്റെ വണ്ടിയുടെ നമ്പറും എടുത്ത് അവർ പോയി. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ്, നിങ്ങളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പ്രതിയായ ഞാൻ അവിടെ ചെല്ലുക പോലും ചെയ്തിട്ടില്ല. അതിനു മുമ്പേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് നമ്പർ ഇട്ടു, നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ അടുത്ത് പോലീസ് വരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടത്തേക്ക് ചെല്ലുകയും ചെയ്തു. എൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ എൻ്റെ ഓഫീസിൽ നിന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും PROs ആയിട്ടുള്ള എല്ലാ ഒമാനീസും പോയിട്ടുണ്ടായിരുന്നു. ആരും തന്നെ ഇല്ല എൻ്റെ കൂടെ വരാൻ വേണ്ടി. ഞാൻ തന്നെ എൻ്റെ റൂംമേറ്റുമായിട്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇവർ ചെന്ന പാടെ തന്നെ ഒരു 10-15 മിനിറ്റ് എൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും സമയം എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിച്ച ശേഷം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ എൻ്റെ ഓഫീസിലൊന്ന് വിളിച്ച് പറയാൻ പറ്റും. അവരെന്നോട് ഞാൻ ചെന്ന പാടെ പറഞ്ഞു, നീ ഞായറാഴ്ച വരെ നീ ലോക്കപ്പിലാണ്, ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്, നിന്നെ ഞായറാഴ്ച നിനക്കിനി ഇവിടുന്ന് ജയിലിൽ നിന്ന്, ലോക്കപ്പിലല്ല ജയിലിലാണ്. സാധാരണ നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ പോലീസ് സ്റ്റേഷനിലകത്ത് കാണുന്ന സിംഗിൾ സെല്ലിനകത്തുള്ള ലോക്കപ്പല്ല, ജയിലിനകത്താണ് ഞായറാഴ്ച വരെ. പിന്നെയാണ് അറിയുന്നത് ഈ ലേഡിയും അവരവിടുത്തെ ഒരു ഹയർ ആയിട്ടുള്ളൊരു ഫാമിലിയിൽപ്പെട്ടൊരു ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട ഒരു ലേഡിയാണ്. അവരും അവരുടെ ഫാദറും പഴയ അവിടുത്തെ എന്തോ ഒരു ഹയറായിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരനുമാണ് അയാൾ. ഫാദറും കൂടെ വന്ന് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരിൽ കേസും രജിസ്റ്റർ ചെയ്തു. എനിക്ക് പെട്ടെന്ന് അവരവിടുത്തെ പോലീസുകാരുമായിട്ട് സംസാരിച്ച് 4 ദിവസം ജയിലിലിട്ടതിന് ശേഷം മാത്രം ഇവനെ പുറത്തിറക്കിയാൽ മതി എന്ന് പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞു പോയി. ഞാൻ ചെല്ലുമ്പോൾ ഈ 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇവരിവിടെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ പിന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കാനോ ഒന്നിനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കമ്പനിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. PROs ഒക്കെ പോയി എന്നാണ് പറഞ്ഞത്. ഇവരെൻ്റെ അടുത്തുനിന്ന് ഫോണ്, വാലറ്റ്, ഞാൻ ഉടമ്പടി എടുത്തിരുന്ന എൻ്റെ കാശ് രൂപ എൻ്റെ മാലയിൽ ഞാൻ ലോക്കറ്റായിട്ട് ഇട്ടിരുന്നു, അതും എല്ലാം അവരെൻ്റെ അടുത്തുനിന്ന് മേടിച്ചു. നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് അടക്കം അവരെൻ്റെ അടുത്തുനിന്ന് അഴിച്ച് മേടിച്ച് എന്നെ അവർ ലോക്കപ്പിലേക്ക് വിട്ടു. പിന്നെ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല, എൻ്റെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല. ലോക്കപ്പിൽ പോയപ്പോൾ അതുവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരുമില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ റൂംമേറ്റ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ഇപ്പോഴേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാൻ ആരും വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ ലോക്കപ്പിനകത്തേക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ കയ്യിൽ കാശ് രൂപയില്ല, ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കിടക്കേണ്ടതായിട്ടുള്ളൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ഇവിടുന്ന് 4 ദിവസം എന്നെ ഇവിടെ കിടത്തരുത്, ഇന്ന് രാത്രി തന്നെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റണം. എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞായറാഴ്ച മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു 3 മണിക്കൂർ ഇവരെന്നെ പോലീസ് സ്റ്റേഷനകത്ത് വെറുതെ ഇരുത്തിയിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള അറബി പോലീസുമാരെല്ലാം ചെറിയവർ തൊട്ട് ഹയർ പോസ്റ്റിലിരിക്കുന്നവർ വരെ വന്ന് എന്നെ അടുത്ത് ഷൗട്ട് ചെയ്ത് പോയിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അവർ കേൾക്കാൻ റെഡിയായിരുന്നില്ല. 3 മണിക്കൂർ അവിടെ ഇരുത്തിയ ശേഷം എന്നെ അവിടെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോയി. ഒരു 3-4 ഡോറ് തുറന്ന് 4ാമത്തെ ഡോറാണ് മെയിൻ ഡോറിൻ്റെ തുറന്ന് എന്നെ അവിടെ ലോക്കപ്പിലിട്ടു, ജയിലിലിട്ടു. എനിക്ക് ആ 2 കരിമ്പടമൊക്കെ തന്നേച്ച് എന്നോട് പറഞ്ഞു, നീ ഇനി ഇവിടെ ഞായറാഴ്ച വരെ നീ ഇവിടെയാണ്. വളരെ പുച്ഛത്തോടെയാണ് അവരെന്നോട് സംസാരിക്കുന്നത്. ഞാനതവിടെ കൊണ്ടിട്ട് അവിടെ നിലത്തോട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഞാൻ പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥന അതൊന്നും എനിക്ക് കാണാപ്പാട് അറിയത്തില്ലായിരുന്നു. വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്നിവിടെ രാത്രി എനിക്ക് കിടക്കാൻ ഇടവരരുത്,
ഞാനൊരു അരമുക്കാൽ മണിക്കൂർ വിശ്വാസപ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി. എത്ര എണ്ണം ചൊല്ലിയെന്നൊന്നും അറിയത്തില്ല. എന്നെ കൊണ്ട് അവിടുന്ന് പോലീസുകാർ വന്ന് നിനക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇതിനുള്ളിലേക്ക് കയറിയതൊരു സ്ത്രീ കാരണമാണെന്നുണ്ടെങ്കിൽ നീ ഇതിന് പുറത്തിറക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹയർ ആയിട്ടുള്ള ഒരു പോലീസ് ലേഡി ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥക്കാരനാണ് നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതെന്ന് ആ പോലീസുകാരനോട് വളരെ അത്ഭുതകരമായിട്ട് എന്നോട് പറഞ്ഞു. എന്നെ പുച്ഛിച്ച് നോക്കി പറഞ്ഞിരുന്ന പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞ് എന്നെ പുറത്തിറക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പനിയുടെ ഒരു PR അവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ റിലേറ്റീവാണ് ഈ പോലീസുകാർ. അയാൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഈ ലേഡിയെ വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞറിഞ്ഞുള്ള ഇവിടെ ഒരു IG പോലുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു ആളാണ് ഇയാളുടെ റിലേറ്റീവായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ പല വിധത്തിലും സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചു, ആരും സമ്മതിക്കുന്നില്ല എന്നുണ്ടപ്പോൾ അവസാനം എൻ്റെ PRO വിളിച്ച് സംസാരിച്ചാണ് ആ ലേഡിയോട്. അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ലേഡി എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ലേഡിയും അവരുടെ ഫാദറും അവരുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടൊരു ഈഗോ ഹർട്ടായിട്ടാണ് അവരെനിക്കെതിരെ കേസ് കൊടുത്തതും അവർ തന്നെ ശിക്ഷയൊക്കെ വിധിച്ച് 4 ദിവസം ജയിലിൽ കിടത്തിട്ട് അവനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കിയതെന്നും അവരറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവനെ അവിടെ കിടത്തണ്ട, അവനെ ഇറക്കി വിട്ടേക്ക്, അവനെ ജയിലിൽ നിന്ന് വിട്ടേക്ക്, ഇന്ന് രാത്രി തന്നെ അവനെ റിലീസ് ചെയ്തേക്കെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. പുറത്തെൻ്റെ കമ്പനിയുടെ PRO എൻ്റെ റൂംമേറ്റും അപ്പോഴും ഈ 4 മണിക്കൂറായിട്ട് ആ PRO എൻ്റെ റൂംമേറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു റൂംമേറ്റ് ഒരു മുസ്ലിമാണ്, PRO ഒരു മുസ്ലിമാണ്. എനിക്ക് വേണ്ടി അവിടെ ഈ 4-5 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം രാത്രി 2.5 മണിക്കൂറാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുവരെ എനിക്ക് 4-5 മണിക്കൂർ ഈ മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നത്. അത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞേച്ച് പോലീസ് സ്റ്റേഷനിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കണ്ടപ്പോൾ കോർട്ടിലേക്ക് കേസ് ഹയർ ചെയ്തു. കേസ് ഒരു പ്രൈമറി കോർട്ടിൽ കൊടുക്കേണ്ട കേസ് അവിടുത്തെ ഹൈക്കോർട്ടിലേക്കാണ് അവിടെ കൊടുത്തത്. അവിടെ ജില്ലാ കോടതിയില്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്രമേ ഉള്ളൂ. ഹൈക്കോർട്ടിലേക്ക് കൊടുത്തേച്ച് 1 കൊല്ലം എന്നെ ഈ കേസിൻ്റെ പുറകെ അവർ നടത്തിച്ചു. അന്നേരപ്പോഴൊന്നും ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ സാധാരണമായി നടക്കുന്ന പോലെ തന്നെ നടന്നു പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്കധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ബാനായി. ആ കേസ് ഏത് കാലത്ത് നമുക്ക് കേസ് കഴിയുന്നു അന്ന് മാത്രമേ നമുക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ച് ഏത് രാജ്യത്തേക്കായാലും നമ്മുടെ നാട്ടിലേക്കായാലും എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് 2023 ഒക്ടോബർ മാസം നടന്ന ഈ കേസ് 24 ഒക്ടോബറായിട്ടും കേസ് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. 5-6 പ്രാവശ്യം ഞാൻ കോർട്ടിൽ ഹിയറിങ്ങിന് പോയി. ഡിസംബർ മാസത്തിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു അറ്റാക്ക് വരിക, പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു December 29. അന്നും എൻ്റെ കേസിൻ്റെ വിധി വന്നിട്ടില്ല. എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ട്. നാട്ടിലെൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ, പിന്നെ മമ്മിയും മാത്രമേ ഉള്ളൂ. അനിയനും ജോലി ചെയ്യുന്നതാണ്. സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മമ്മി മാത്രമാണ് ഓടി നടന്നത്. അപ്പോൾ നാട്ടിലെത്തണമല്ലോ എന്നോർത്ത് ഞാൻ അന്ന് ഈ കേസിന് പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെൻ്റെ മമ്മിക്കൊന്നും സഹായത്തിന് ആരുമില്ല, എനിക്ക് നാട്ടിലേക്ക് എത്തണം പെട്ടെന്ന്. 29-ാം തീയതി പപ്പ ഹോസ്പിറ്റലാകുന്നു. 30-ാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു. ഇങ്ങനെ പേരിലുള്ള കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് കോർട്ടിൻ്റെ പേരിലുള്ള കേസ് തള്ളിക്കളഞ്ഞു. എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് CCTV റെക്കോർഡ്സ് വിഷ്വൽസൊക്കെ എടുത്തപ്പോൾ അതിലാകപ്പാടെ ബ്ലറായ ഒരവസ്ഥയായിരുന്നു. തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഗാരേജ് വർക്ക്ഷോപ്പാണ്, ഒരു പ്രീമിയം വർക്ക്ഷോപ്പാണ് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. അവരെനിക്ക് ഒരു 6 മാസത്തിന് ശേഷമാണ് അവരുടെ ഹാർഡ് ഡിസ്ക് 6 മാസം കൂടുമ്പോൾ അവരെടുത്ത് മാറ്റുന്നതാണ്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് അവർ സെർച്ച് ചെയ്തെടുത്ത് എനിക്ക് ഈ വിഷ്വൽസ് കറക്റ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു വിഷ്വൽസ് എനിക്ക് എടുത്തു തരികയും അത് ഞാൻ എൻ്റെ എനിക്ക് കമ്പനി ലോയറെ ആക്കി തന്നിരുന്നത്. അത് വേറൊരു ഭാഗം. ഈ ലോയർ മുഖേന ഞാൻ ഈ കോർട്ടിൽ വീഡിയോ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ കേസിൽ അവർ വീഡിയോ കണ്ട് ഞാനല്ല തെറ്റുകാരി, വോയിസ് അടക്കമുള്ള വീഡിയോ വിഷ്വൽസ് ആയിരുന്നു. തൊട്ട് കീഴെ തന്നെ ഇവർ ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ തൊട്ട് തിളക്ക് മേലെ തന്നെ ഒരു ക്യാമറ ഉണ്ടായിരുന്നത് ഞാനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ലായിരുന്നു. അവർ തന്നെ ആ ഗ്യാരേജുകാരാണ് എന്നോട് വന്ന് പറയുന്നത്, ഇവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ, നിൻ്റെ ഓഫീസിൻ്റെ ക്യാമറയിൽ നിന്ന് വിഷ്വൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ക്യാമറ കിട്ടാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവർ പോയി തപ്പിയെടുത്ത് എനിക്ക് ആ വിഷ്വൽ കൊണ്ട് തന്നു. വോയിസ് അടക്കമുണ്ട്. ആ സ്ത്രീ വരുന്നതും വന്നിറങ്ങുന്നതും അവർ ഷൗട്ട് ചെയ്യുന്നതും അവരാണ് എന്നെ ആദ്യം സ്റ്റൂപ്പിഡെന്ന് വിളിക്കുന്നതും വോയിസ് കറക്റ്റായിട്ട് ആ വോയിസ് വീഡിയോയിൽ റെക്കോർഡ് വിഷ്വലുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഫാമിലിയും ഹോൾട്ടും ഒക്കെ വെറുതെ ആയ പോലെയായി കോർട്ടിൽ പോയിട്ടും. ഇതൊക്കെ കഴിഞ്ഞു. കോർട്ടിലേക്ക് കാര്യം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോയർക്ക് ഒരു ക്രിമിനൽ കേസ് എൻ്റെ കമ്പനിയുടെ ക്രിമിനൽ ലോയർ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ 4.5 ലക്ഷം രൂപയാണ് അവർക്ക് ഈ ഒരു ക്രിമിനൽ ലോയർ കേസ് വാദിക്കാൻ ഹൈക്കോർട്ടിൽ വരുന്നതിന്. ആ കേസ് എന്നോട് കമ്പനി പറഞ്ഞു അത് നിൻ്റെ ഓൺസ് റിസ്കിൽ നീ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓർത്ത് എൻ്റെ സാലറിയിൽ നിന്ന് റിഡക്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സെറ്റിൽമെൻറ്റിൽ നിന്ന് എടുത്തോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം, സാധാരണ പോലെ കാര്യങ്ങൾ നടന്നു പോകും, വീട്ടിൽ അറിയുകയില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു.
ഈ കേസ് വന്ന് കേസിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോഴേക്കും എൻ്റെ കേസ് കറക്റ്റായിട്ട് മാതാവ് അനുഗ്രഹിച്ചിട്ട് എൻ്റെ കേസ് തീർത്തു തന്നു. അതിനു മുമ്പേ മാതാവായിട്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് എൻ്റെ പോലീസുകാർ പറയും, ഒരു സ്ത്രീ കാരണം നീ ഉള്ളിലായി, അതിലും വലിയൊരു സ്ത്രീ കാരണം നീ ഇവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അത് മാതാവാണ് വന്നിട്ട് എന്നെ അവിടുന്ന് പുറത്തിറക്കിയതെന്ന്. അതും അവിടുത്തെ നാട്ടുകാരി അവരുടെ ഹോൾഡ് വെച്ച് എന്നെ അവിടെ ഉള്ളിലാക്കിയെങ്കിൽ അതേ നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീ തന്നെ എന്നെ അവിടുന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഈ കേസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ 4.5 ലക്ഷം രൂപ ലോയർക്ക് ഫീസ് കൊടുക്കണം. കോർട്ടിൽ നിന്ന് മിനിമം ജയിൽ ശിക്ഷയും ഒരു ഫൈനും വരേണ്ടതാണ്. കോർട്ടിൽ നിന്ന് വന്ന വിധി എന്താണെന്ന് വെച്ചാൽ കോർട്ടിൻ്റെ ചിലവും പോലീസ് സ്റ്റേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചാർജുമായിട്ട് ഒരു 150 റിയാൽ ഞാൻ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. മിനിമം അവിടെ ഇങ്ങനെ ഒരു കേസിന് ഞാൻ പറഞ്ഞു കേട്ട് 2000-3000 റിയാൽ ഫൈനായിട്ട് മാത്രം അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഒരു 6 മാസമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്ത് 150 റിയാൽ രണ്ടിൻ്റെയും എക്സ്പെൻസായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്നെ അത് അടച്ച് എനിക്ക് എൻ്റെ പപ്പ ഹോസ്പിറ്റലായ എൻ്റെ പിറ്റേ ദിവസം എനിക്ക് നാട്ടിലെത്താൻ പറ്റി. അവിടെ ജഡ്ജ്മെൻറ്റ് വന്ന് ഫൈൻ അടച്ച് എനിക്ക് നാട്ടിലെത്താൻ പറ്റി. പിന്നെ എനിക്ക് ഒരു 4.5 ലക്ഷം രൂപയോളം വരുന്ന ഒമാൻ റിയാൽ, ഏകദേശം 1600 റിയാൽ എനിക്ക് ലോയർക്ക് കൊടുക്കാനുള്ള ലോയർ ഫീ ഉണ്ടായിരുന്നു. കമ്പനി എന്നോട് പറഞ്ഞത് അത് നിൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോളാം, ചെറിയൊരു സംഖ്യയായിട്ട് ഡിഡക്റ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡയറക്ടറുമായിട്ട് നല്ല രീതിയിൽ പോയിരുന്ന കാരണം ഡയറക്ടറോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ അടുത്ത റമദാൻ മാസം ആയപ്പോൾ ഞാൻ ആളോട് 1-2 പ്രാവശ്യം ചോദിച്ചു. റമദാൻ തീരാറായപ്പോഴും ആളോടൊന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ഓക്കെ, ഫുൾ എക്സ്പെൻസ് കമ്പനി തന്നെ ഇട്ടേ. കമ്പനിയുടെ ക്രിമിനൽ കേസുകളുടെ കൂട്ടത്തിൽ അതും കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടിട്ട് കമ്പനി ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ അതെല്ലാം കമ്പനി തന്നെ അടച്ച് എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും വരാതെ എന്നെ മാതാവ് എല്ലാ കമ്പനിയിലും ജയിലിലും പോലീസുകാരുടെ ഇടയിലും കോടതിയിലും എല്ലാം വന്ന് മാതാവ് വന്ന് പലരുടെ രൂപത്തിൽ എന്നെ സഹായിച്ചു. പിന്നെ ഇത് കഴിഞ്ഞേച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഞാനിവിടെ നാട്ടിലൊക്കെ വന്ന് പോയി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ 2 സുഹൃത്തുക്കളും ഞാനും കൂടെ എനിക്ക് കമ്പനി തന്നൊരു കാറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു 10-25 ലക്ഷം രൂപ വില ഇവിടെ വരുന്ന ഒരു വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്, 1 മാസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഞങ്ങളൊരു തൊട്ടടുത്തൊരു ഒരു മാളിലേക്ക് പോയതാണ്. മാളിലേക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാനിനി വണ്ടി ഓടിച്ചോളാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തു. ഹൈവേയിലേക്ക് കയറി ഒരു ക്രോസ് സിഗ്നലിൽ വന്ന് സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടിൽ സിഗ്നൽ നോക്കാതെ കയറി അങ്ങ് പോയി. എതിരെ വന്ന വണ്ടിയിൽ വിലങ്ങനെ ചെന്നങ്ങ് ഇടിച്ചങ്ങ് കയറി വണ്ടി. ഫ്രണ്ട് മൊത്തം ബാക്ക് വരെ ആകെപ്പാടെ പപ്പടം പോലെ അവസ്ഥയായി. എൻ്റെ ഫ്രണ്ടിലത്തെ എൻജിനൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് ഞങ്ങളുടെ ഡാഷ്ബോർഡിനകത്തൂടെ ഉള്ളിൽ വന്ന് ഗിയർ ബോക്സൊക്കെ പൊളിഞ്ഞ് 2 സീറ്റിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലേക്ക് പോയി. അത്ര വലിയൊരു അപകടമായിരുന്നു. 3 പേര് ഈ വണ്ടിയിലിരുന്നിട്ട് 3 പേരും വേറെ ഏതോ ഒരു വണ്ടിയിൽ ആക്സിഡൻറ്റ് നടന്ന പോലെ നമ്മൾ കാഴ്ചക്കാരിറങ്ങി നിൽക്കുന്ന പോലെ ഒരു പോറലോ ഇടിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ തോന്നാതെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് ഇത് നോക്കി നിൽക്കുക. ഞങ്ങൾക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥയുണ്ട്. 2 ഫ്രണ്ടിലത്തെ 2 പാസഞ്ചർ ഇരിക്കുന്നിടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇതിൽ നിന്ന് ഇറങ്ങിയ 2 പേരുടെ കാലും കൈയൊക്കെ ബാക്കിയുണ്ട്, ആൾ ജീവനോടെ ബാക്കിയുണ്ടെന്ന്. എയർ ബാഗുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വണ്ടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും പറയത്തില്ല ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ജീവനോടെ ഉണ്ടെന്ന്. അതിൽ നിന്നാണ് ഞങ്ങൾ 3 ആളും ഒരു പോറൽ പോലും ഇല്ലാതെ പുറത്തിറങ്ങിയത്. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടിയിലാണ്. കൃത്യമായിട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ഞാൻ അവിടെയും ചെയ്തു പോകുന്നുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിൽ തന്നെ എൻ്റെ ഒരു കാശിരൂപം ഉണ്ടായിരുന്നു. ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ ലോക്കറ്റും കൊന്തയൊക്കെ എൻ്റെ വണ്ടിയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാശിരൂപമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവർ മേടിച്ച് വെച്ചെങ്കിലും അത് ആ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അമ്മയായിട്ട് അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതും ഈ വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ എൻ്റെ നെഞ്ചിൽ ആ കാശിരൂപം എൻ്റെ മാലയോട് ചേർന്നുണ്ടെന്നുള്ളതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയതെന്നുള്ളത്, മാതാവ് സഹായിച്ച് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. അത് കഴിഞ്ഞ് അതുപോലുള്ള പിന്നെ അവിടെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെവി ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് വന്നു. അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഇന്നത്തെ എൻ്റെ ടെസ്റ്റാണ്, എൻ്റെ ഫസ്റ്റ് ട്രയലാണ്, എനിക്കിന്ന് മാതാവ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്കിതൊന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ടെസ്റ്റിൽ ഞാൻ അവിടെ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ട്രയൽ തന്നെ ഇവിടുത്തെ ഹെവി ലൈസൻസ് കിട്ടി. ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ വന്ന്, അവരൊക്കെ ഫെയിലായി. സങ്കടമുണ്ട്. എന്നാലും എന്നെ മാതാവ് എന്നെ ഫസ്റ്റ് ട്രയൽ തന്നെ ഇതിലും പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാതാവിനെ നിരന്തരം എൻ്റെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉടമ്പടിയിലാണ്.
ഞങ്ങളെല്ലാവരുടെയും കൂടെ എല്ലാ കാര്യത്തിനും മാതാവ് തന്നെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളിവിടെ അനാഥാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയും പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുമ്പോൾ വലിയ രീതിയിലൊന്നുമല്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേരുടെ സഹായത്തിന് വേണ്ടിയിട്ട് വരുന്നതിലൊക്കെ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം പലർക്കും റോഡ് സൈഡിലും ഹോസ്പിറ്റലിലൊക്കെ പലർക്കും ഭക്ഷണം പാഴ്സലായി മേടിച്ചുകൊണ്ട് കൊടുക്കുകയും വീട്ടിലുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ആയിരിക്കുമ്പോഴും എനിക്ക് അവിടെ ഞങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്കില്ലെങ്കിലും വെള്ളിയാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ കുർബാനയ്ക്ക് പോവുകയും രാവിലെയും വൈകുന്നേരമുള്ള എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞാൻ ചൊല്ലുകയും ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം എൻ്റെ ജോലിയുടെ ചിലപ്പോൾ മാത്രം എനിക്കിത് മുടക്കം വന്നിട്ടുണ്ട്. പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും ബൈബിൾ വായിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും ചെയ്യാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി.